അതെ, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ നമ്മൾ ആക്ഷൻ ആൻഡ് സ്റ്റഫ് എന്ന് പറഞ്ഞ കളിച്ചാണ്. ഇതൊരു ആക്ച്വലി ഒരു റിസോഴ്സ് പാക്കാണ്. അടിപൊളിയാണ്. ഇതിപ്പോൾ ആട്ടിങ്ങനെ ലോ ആൻഡ് ഡിവൈസ് സപ്പോർട്ട് ആവുന്നതാണ്. ബട്ട് കറക്റ്റ് അതേമാതിരി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, സ്കൈ ബ്ലോക്ക് സീരീസ് അടിച്ചുപോയി. കാരണം കോപ്പറേറ്റിട്ട് പിന്നെ അത് നമ്മളെ ബട്ട് ഇത് നമ്മൾ എന്തായാലും ഫുള്ളാക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ എൻ്റെ റെക്കോർഡർ അത്ര അടിപൊളിയല്ല. അതാണ് ആക്ക് പ്രശ്നം. നമുക്കിതാ ഇപ്പനും തീർക്കാം അണ്ണം ജീവിച്ചോട്ടെ. പിന്നെ എൻ്റെ ഡിവൈസ് അത്ര ഡിവൈസ് ഒന്നല്ല, വെറും 2 GB റാമും 32 GB സ്റ്റോറേജുള്ളൊരു റിയൽമി C3 എന്നൊരു പാട്ട ഡിവൈസാണ്. നമുക്ക് എന്തായാലും ഭാവിയിൽ ഞാനൊരു ഡിവൈസ് തന്നെ എടുക്കണം. നമുക്ക് നമ്മളെ ബേസിക് ഇറങ്ങാം ഫസ്റ്റ് വൺ. പിന്നെ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇറങ്ങാം, കുറച്ച് ഫുഡ് ഉണ്ടാക്കുക, പിന്നെ ഒരു സ്റ്റാർട്ടർ ബേസ് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ മാക്സിമം നോക്കും. എന്തായാലും നോക്കും മാക്സിമം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടാബിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വെക്കുക, സ്റ്റിക്ക്. ഓക്കെ, ഇനി ഇതാക്കുക നമ്മളെ സാധാ ഉടൻ പിക്കാക്സ് ഉണ്ടാക്കുക, മൈൻ ചെയ്യുക. ഓ, ഫസ്റ്റിന് കോളാട്ടോ. ഫസ്റ്റിന് നമുക്ക് കിട്ടിയത് കോളാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഫുള്ള് സെറ്റാക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതും കൂടി സ്പിയർ, ഇത് പുതിയ സംഭവമാണ്. ജസ്റ്റ് വെറുതെ ഉണ്ടാക്കിയതാണ്. അതും കൂടി ഉണ്ടാക്കിയപ്പോൾ ബേസിക്കായി അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഗോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഗോള് ഇതേ അടുത്ത തല്ല് കൊന്ന് ഫുഡ് ഉണ്ടാക്കുക. ഓക്കെ, ഫസ്റ്റ് ഇപ്പം നമുക്ക് തീർക്കാം. എന്തോ ആ ചാടുന്ന റിയാക്ഷനൊക്കെ അടിപൊളിയാട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിപ്പം കാണുമ്പോൾ ചെറിയ ലാഗ് ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സ് സെറ്റിങ്സ് ആട്ടിങ്ങനെ കുറച്ചിട്ടതിനാ ഫാൻസിന് ഒരു സിമ്പിൾക്ക് ഇട്ടതിനാ പിന്നെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാ തോന്നുന്നത്. വലുതില്ലോ ഞാൻ കേൾക്കപ്പോൾ അതിൽ പറയുന്ന ലോഞ്ച് വയസ്സിനും സപ്പോർട്ടാവുന്ന ഞാനാണെങ്കിൽ ലിങ്ക് അടി കൊടുക്കുക. അങ്ങനെ ഇതാക്കിക്കോളി. ഇവനും കൂടി ഞാൻ തീർക്കട്ടോ. നമ്മൾ കുറച്ചൊക്കെ ആൾക്കാരെ തീർത്ത് കഴിഞ്ഞ് ഇവിടെ ഇവനും കൂടി. ഒക്കെ കുറേ ആളെ തീർത്തു. ഇവിടെ കുട്ടീനെ കാണാൻ കണ്ണെത്തിക്കാൻ മാനു ഒന്ന് കൊടുത്തോക്കാം. ഓ, വീണിട്ടവിടെ അലി വാണ്ട പാവൻ. അല്ല, അവൻ്റെ അച്ഛൻ ഇട്ട അവിടെ. അച്ഛനെ അമ്മേനൊന്നും നിൽക്കറിയില്ല. എന്തായാലും ബെനും തീർക്കാം. ഓക്കെ, തീർത്തു. ഞാൻ പിന്നെ പണ്ടൊരു പ്രോയാട്ടോ. സത്യം പറയാം, ഇത് കഴിഞ്ഞ വീഡിയോ എന്താൾക്കോ മനസ്സിലാവും. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളെ ബേസ് സെറ്റ് ചെയ്യാം. പിന്നെ ഫുഡിൻ്റെ കോളും കംപ്ലീറ്റ് ആക്കണം. എന്നൊന്ന് കുക്ക് ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് ദിവസം തിന്നാളെ ഫുഡൊക്കെ അയക്കണം തന്നെ തോന്നുന്നത്. നമുക്കൊരു ഇവിടെ ആയിട്ട് ബെഡ് വെക്കാം. ഇതാ ഈ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് ബേസും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നൈറ്റ് ആയിട്ടില്ല, ഫുള്ള് മാവാണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളെ ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന റെക്കോർഡിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിപ്പോൾ എന്താ നെക്സ്റ്റ് ഇവിടെ നമുക്ക് കുറേ ഫാം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ബേസ് നമുക്ക് ഒന്നും കൂടി ഹൈറ്റിൽ ഉണ്ടാക്കാനാണ് ഉദ്ദേശം. കുറച്ച് മേലെ എന്താ ഒരു ഇവിടെ ആയിട്ട് നമുക്ക് ബേസ് ഉണ്ടാക്കാം. ഇവിടെ നോക്കിയാണല്ലോ ഫുൾ ഫാമിൻ്റെ വ്യൂ ഉണ്ടാവും. ഇവിടെ നമുക്ക് ഇവിടുന്ന് മണ്ണിട്ട് ഇവിടെ എത്താം. പിന്നെ കുറച്ചും കൂടിയും ഇതുണ്ടാവും കാണാൻ കുറച്ച്. അങ്ങനെ എന്നിട്ട് നമുക്ക് ബേസിൻ്റെ പണി തുടങ്ങാം. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് മണ്ണ് കുറച്ച് മാറ്റി തുടങ്ങാട്ടോ. അല്ല, അതിന് മുന്നേ നമുക്ക് ഫർണസ് ഉണ്ടാക്കണം. നമ്മളെ ഫുഡ് ഇതാക്കിയാലേ അത് കുക്ക് ചെയ്യാൻ ഫർണസില്ല. കുറച്ച് ഫർണസ് ഉണ്ടാക്കാൻ എന്താപ്പോ കല്ല് വെട്ടാം. ഓക്കെ, കോബിൾ സ്റ്റോൺ പറഞ്ഞു. ചെറിയ ലാഗ് ഉണ്ട് കേട്ടോ. അത് ഡിവൈസിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ചില ഭാഗത്ത് വയ്ക്കുന്നു, പക്ഷെ റെക്കോർഡിൽ അത് കിട്ടുന്നില്ല. ഓക്കെ, നമ്മളിവിടെ ഫുള്ള് നടത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡ് ചെന്നായി. പിന്നെ എക്സ്ട്രാ ഒരു 13 മട്ടൺ ഇട്ട് നമ്മളെടുത്ത് ആടിനെ വന്നായി. നമുക്ക് ഇവിടെ വേണം ബേസ് കഴിക്കാൻ. അത്യാവശ്യം വലിയ സ്ഥലമൊക്കെ തന്നെയാണ്. ബന തീർക്കാം.
കുറച്ചും കൂടി ഫുഡ് ഉണ്ടായിക്കോട്ടെ, കൈ എന്നോട്ടെ. ഓ ആ വ്യൂ നോക്ക് കൈസ്, ഇതന്നെ നമ്മുടെ തരണ്ട കാരണം ഒരു വലിയ കുന്നാണ്. ഇനി നമുക്ക് ഇനി ബേസിൻ്റെ കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്യണം. ഇനി ആദ്യം വേണ്ടത് ഇതാ ഇവിടുന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ അവിടെ കുറച്ച് കുയ്യൊത്തിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമുക്ക് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ, നമ്മൾ കോബിൾ സ്റ്റോൺ അങ്ങനെ ഫുള്ള് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതാ ആ ഭാഗത്തായിട്ട് വുഡുണ്ട്, അത് പോയി കളക്ട് ചെയ്യുക. കാരണം നമ്മളെ ബേസിൻ്റെ അടുത്ത് മരങ്ങളൊന്നുമില്ല, ആ ഭാഗത്തായിട്ടുള്ള മരങ്ങൾ കാണാനുള്ളത്. അത് പോയി ഫസ്റ്റ് കളക്ട് ചെയ്യുക. ഞാൻ കളക്ട് ചെയ്ത കോബിൾ സ്റ്റോൺ കാണിച്ചു കേട്ടോ, ഒന്ന് കരയൊക്കെ. ഓ ആ നീന്തണതൊക്കെ നോക്ക്, ഭയങ്കര അടിപൊളിയാട്ടോ. നമ്മൾ ഇത്രയും കളക്ട് ആക്കിയിട്ടുണ്ട്. 2 സ്റ്റാക്ക്, ഓൾമോസ്റ്റ് 2 സ്റ്റാക്ക് കളക്ട് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാലക്ക് നമ്മളെ വുഡ് കളക്ട് ചെയ്യാം. വുഡും കുറച്ചൊക്കെ ഇത് ഇനി വേണ്ട എടുത്തൊക്കെ പിടിച്ചിട്ടും കുറച്ചും കൂടി നമുക്ക് പിന്നെ അവിടെ നിന്ന് തന്നെ മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെ വുഡ് ലോക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫുള്ള് ലോബും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നിൽക്കുകയാണ്, കണ്ടോ, ഏകദേശം ഒരു 1.5 സ്റ്റാക്കിൻ്റെ അടുത്ത്, അല്ല 1.5 സ്റ്റാക്കിൻ്റെ മേലുണ്ട്. നമുക്ക് നമ്മളെ ബേസിൻ്റെ തറ പണിയ. ഫസ്റ്റ് ഏത് വരെ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം ഒരു തറ ഉണ്ട്, അതിനൊരു ലേഔട്ട് ഉണ്ടാക്കുകയാണ്. നമുക്കൊരു ഇവിടെ ആയിട്ട് വെക്കാം. 1 2 3 4 5. ഇനി അടുത്തത് ഇവിടെ വെക്കാം. ഇവിടുന്ന് അതേമാതിരി 1 2 3 4 5. അടുത്ത ഇവിടെ വെക്കാം. പിന്നെ 1 2 3 4 5. അടുത്തത് ഓക്കെ, കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ അത് ഫുള്ള് ഫില്ല് ചെയ്യണം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ സ്പേസും കൂടി ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മൾ കുറച്ച് ഫ്രണ്ട് കണ്ടാക്കണേ. ഇവിടെ നോക്കാം. ഓക്കെ, ഓ ലാഗുണ്ട് കേട്ടോ, ലാഗാണ് ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒന്ന് വെക്കാം. ഇനി അതേമാതിരി തന്നെ ഇവിടെ ഒന്ന് വെക്കാം. ഓക്കെ, ഇനി ഇത് മൈൻഡ് ചെയ്യാം. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിതാ ഇവിടെ കുറച്ച് പ്രോഗ്രസ് ചെയ്തു. ഇത് മൊത്തം നമ്മൾ എന്താ കട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ അടി ഫുള്ള് കംപ്ലീറ്റ് ആക്കി. ഇനി പറഞ്ഞൊരു 1 2 3 4 4 ഇരുന്നോട്ടെ. 4 ബ്ലോക്കൊക്കെ കണ്ടോ, അടി മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആക്കി. 4 ബ്ലോക്ക്. ഓക്കെ, നമ്മൾ പിന്നെ കുറച്ച് പ്രോഗ്രസ്സും കൂടിയും ചെയ്തു. നമ്മൾ ഈ വാളിതാ ഇത് കുറച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ ഡിസൈനാണ് എല്ലാ വാളിൽ കൊടുക്കണേ. നമുക്ക് ഈ വുഡ്സൊക്കെ ഫുള്ള് സ്ട്രിപ്പ് ചെയ്യാം കുറച്ച്. ഇവിടെ പിന്നെ വേറെ കാര്യം, മേലത്തെ നമ്മൾ 2 ഫ്ലോറാണ് പണീന്. അപ്പോൾ മേലത്തെ ഫ്ലോറിനുള്ള ഒരു ഔട്ട്പുട്ട് അവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതും ഓക്കെ. ഇനി പടി അതങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുള്ള് വാൾസും ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഇത് ഇവിടെ ഒരു മാറ്റല്ല, അതുകൊണ്ട് നമ്മളൊരു ബ്ലോക്കും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്. ഓക്കെ, ഇത് പറ്റിയിട്ട് ഇവിടെ 1 2 3 4. ഓക്കെ, നമുക്ക് ഇതിങ്ങനെ വെക്കാം. ഇതേമാതിരി അപ്പുറത്തും ചെയ്യാം. ഓക്കെ, അതും കഴിഞ്ഞു. പിന്നെ നമ്മളെ മേലതാ ഈ ഭാഗത്ത് മാത്രം ഫുൾ ഫില്ലാക്കിയിട്ട് നമ്മളെ കോബിൾ സ്റ്റോൺ നമുക്ക് ഉള്ളിൽ ഫില്ലാക്കാണ്ട്. അതിന് മുന്നേ ഉണ്ടോ 4 സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതേമാതിരിയാ. പിന്നെ അവിടെ ഒരു 100 റൈറ്ററും സ്പൂണൊക്കെ ഉണ്ടോ, എൻ്റെ ഒന്നുമില്ല നോക്കിയാണ്. ഓക്കെ, നമ്മളെ കോബിൾ സ്റ്റോൺ എടുക്കുക. 24 5 എമൗണ്ട് തരും. നമുക്കിതാ ഇവിടെ ഫുള്ളുള്ളത് കംപ്ലീറ്റ് ആക്കി വെക്കാം. ലാസ്റ്റ് ഓക്കെ, നമ്മൾ മേലക്കാർ അളവായി ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഒറ്റ കോബിൾ സ്റ്റോൺ മാത്രമേ ഉള്ളൂ ആണ്ടിന്ന്. നമ്മൾ മേലക്കാർ അളവായി ആക്കി. പിന്നെ അവിടെ സ്ലാബ് വെച്ചു തന്നെയപ്പം നിനക്ക്
കുട്ടിക്ക പിന്നെ നീ ഈ അടിച്ചു ഒട്ടിച്ചിട്ട് അവിടെ 3 ബ്ലോക്ക് പിന്നെ മേലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാ. 3 ബ്ലോക്ക് മതിട്ടോ. കാരണം റൂഫ് ഉണ്ടാക്കുമ്പോ പിന്നെ ഹൈറ്റ് കൂടും. 1 2 3 ഓക്കെ. നീ 4 സൈഡിലോ തന്നെ ചെയ്യാ. 1 2 3 ഓക്കെ. നീ പറയും ചെയ്യാ. എവിടെ എന്താ കുട്ടിക്ക് 1 2 3 ഓക്കെ ഓക്കെ. പിന്നെ കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്യണ്ടോ. നമുക്ക് റൂഫ് പണിയാം. ഇതന്നെ കുറച്ച് തലവേദന ഉള്ള ജോലി. ഒന്നിങ്ങനെ വെക്കുക. കാരണം അപ്പുറത്തേക്ക് ഇഞ്ഞി പണിയാണ്ട് പതുക്കൂടെ സൈഡിൽ കൂടെ അങ്ങനെ കാണുക. പിന്നെ ഒന്ന് തല തിരിച്ച് വെക്കുക. അങ്ങനെ വെക്കുക. പിന്നെ ഒന്ന് തല തിരിച്ച് ഇങ്ങനെ വെക്കുക. ഈ റൂഫ് പണിയാനായിട്ടൊക്കെ തിരിത്തിരി എന്താ ഒരു ബാഡ് കാര്യം. നല്ല റിസ്ക്കാണ്. ഇനി അപ്പുറത്തുനിന്ന് പനി പറഞ്ഞ ഇവിടെ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ആണെങ്കിൽ കോബിൾ സ്റ്റോണിന്റെ സ്റ്റേജ് വെക്കുക. അതാ കാര്യം ഒന്നും കൂടി കാണാൻ രസം ഉണ്ടാവുക. ലേഔട്ട് മാത്രം നമ്മളെ വുഡിന്റെ സ്റ്റേജ് ഉണ്ട്. ഇവിടെ ഒന്ന് ചാലിപ്പുറം ഒന്ന് പിന്നെ ഒന്നിങ്ങനെ ഞാൻ അപ്പുറത്തുനിന്ന് നേരാക്കി വെച്ചാൽ മതി. അതിന് മുന്നായിട്ട് ഇവിടെ ഒന്ന് കണ്ടിരിക്കട്ടെ. ഓക്കെ. നമ്മൾ കുറച്ചും കൂടി പ്രോഗ്രസ് ചെയ്ത് നടുവിൽ നമ്മൾ ഫുൾ ബ്ലോക്ക് ആക്കി. ഇതേമാതിരി ഒറ്റ ഫുൾ ബ്ലോക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൈഡ് കൂടെ ആക്കണമെന്ന്. അത് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റേജ് നമുക്ക് റേറ്റ് ചെയ്യുക. അടി കറങ്ങുക. ലെഫ്റ്റ് ഇങ്ങോട്ട് ചാടുക. കോബിൾ സ്റ്റോൺ കുറച്ചും കൂടി മെയിൻ ചെയ്തിരുന്നു. നമുക്ക് കുറച്ച് സ്റ്റേജ് കളക്ട് ചെയ്യാം. ഇതിന് ചുറ്റിന് വീണടക്കുന്നുണ്ട് കേട്ടോ. തൊള്ള പൊട്ടിച്ചിട്ടാണ് നേരത്തെ ടെമ്പററി വെച്ചത്. ഓക്കെ. 24 ഫുള്ളുണ്ടാക്കട്ടെ. കുറച്ച് തോന്നുന്നുണ്ട്. ഒരു സ്റ്റേക്കും 4 നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛനും മോനോ തോന്നുന്നു, അല്ലെങ്കിൽ അമ്മയും മോനും നൈറ്റ് ആവുന്നുണ്ട് കേട്ടോ. ആ വ്യൂ നോക്കി. ഇതിനാണ് ഞാനിത്. നമുക്കൊരു KGF ആക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ പാൻറ്. ഓക്കെ. നമ്മളെ റൂഫ് വെക്കാം. റൂഫ് ഞാൻ ഒരു വരി ഓൾറെഡി വെച്ച് കഴിഞ്ഞു. അടുത്ത വരി വെക്കാം. 2 3 4 5 6 ഓക്കെ 7 ഏഴാണ് കേട്ടോ. ഇനി ബടി അതേമാതിരി വെക്കുക. തല തിരിച്ചിട്ടല്ല പോലെ വെക്കണം. 1 2 3 4 5 6 7 ഓക്കെ. ഓക്കെ. നമ്മൾ ഫുള്ള് വെച്ചിട്ടുണ്ട്. നമുക്ക് മേലെ കുറച്ച് ടെക്സ്ചർ കൊടുക്കണം. അന്നൊരു പേരുടെ മേലെ ആയി തോന്നണം. റൂഫായി തന്നെ തോന്നണം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ടെക്സ്ചർ. നമ്മൾ അടിയെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഊപ്പറിന് ചാടാൻ ഡാമേജ് അടിക്കുമല്ലോ. അതാ ഇതിമക്ക് ചാടാം. ഓക്കെ. സൈഡ് കാണുമ്പോഴാട്ടോ ഒന്നും കൂടി അതിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാണല്ലോ. കുറച്ചും കൂടി അടിപൊളിയായില്ലേ റൂഫ് ഇപ്പോൾ. നമ്മൾ പിന്നെ ഇവിടെ ഡോറും വെക്കാണ്ട് നമുക്ക് മേലക്കൊന്ന് കയറി വെക്കാം. ഇത് പൊട്ടിക്കാം. ഓക്കേ. നെറ്റാവുണ്ട്. കടന്നുറങ്ങാം. നമ്മൾ കുറച്ചും പ്രോഗ്രസും കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഫെൻസ് നമ്മൾ ആഡ് ചെയ്തു ഉണ്ടോ. പിന്നെ മേലെ ഫെൻസ് ആഡ് ചെയ്തു. നമുക്ക് മേലൊരു ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സപ്പോർട്ടിന് കാണുള്ളൂ. ഇവിടെ ഒന്ന് വെക്കാം. എന്താ ഇവിടെ ഒന്ന് അതേ സെയിം പാറ്റേണിൽ വെക്കാം. ഓക്കെ. അതും അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി തന്നെ ഉള്ളൂ. ഓക്കെ. നമുക്ക് ഉള്ളിൽ കയറാം. നീ മേലെ പോവാ. കയറണേയും കുറച്ച് കയറി പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നാട്ടെ എൻ്റെ KGF നോക്കിക്കാണാം. നമ്മളായി വേണ്ടി നമ്മൾ പേരിട്ടു. വേറെ ഒന്നുമല്ല, KGF തന്നെയാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത്രയുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഈ വാൾ പണിയാ. ചെറിയ ലാഗ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പണിയാ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവും.
ഇതിന്റെ ഡിസൈന് എങ്ങനെ 2 3 ഓക്കെ ഇതാട്ടോ ഡിസൈൻ. ഒരു ചെറിയ ഓട്ട പോലെ. നീ ഇവിടെ ലാസ്റ്റ് പിന്നെന്താ ഇവിടെയോ ഇങ്ങനെയല്ല ടോക്കണ്ട്. തല തിരിച്ചിട്ട് എന്താ ഇങ്ങനെ വെക്കണം. പക്ഷെ ഒരു ചാടാൻ വെക്കില്ല, ഹൈറ്റ് ഇല്ലാത്തോണ്ട്. ഓക്കെ, അതങ്ങനെ ആയിട്ടുണ്ട്. ഇത് അപ്പുറത്തും അതേ സെയിം പാറ്റേൺ. 2 3 4 5 6 ഇവിടെ മിന്നല്ല. ഇപ്പൊ കറക്റ്റായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി പ്രോഗ്രസ്സോടെ ചെയ്തുക്കുന്നു. ഇതാ 1 2. ഓക്കെ, പിന്നെ ഡോർ വെച്ചുട്ടോ. ഇനിതാ ഇവിടെ കയറാനായിട്ട് സ്റ്റെയറും വെച്ചു, ഡോർ വെച്ചു. ഇനിതാ ഇവിടെ രണ്ടെണ്ണം വെക്കാം. മേലെ കയറിയിട്ട് അവിടെയും കുറച്ച് ഇതാക്കാണ്ട്. ഇതാട്ട് നമ്മളെ ബെഡ്റൂം. പിന്നെ ഇതാ ഇവിടെ ഞാൻ അടച്ചിട്ടോ, മറ്റേ വുഡ് ഫെൻസും വെച്ചിട്ട്. പിന്നെ ഇവിടെ നമ്മൾ വേറെ ഡിസൈനും ക്രിയേറ്റ് ചെയ്തു. അടുത്ത വാള് ഇവിടെ ഒന്ന് വെക്കുക, ഇവിടെ ഒന്ന്. ഇവിടുന്നോട്ടോ എൻ്റെ KGF വെക്കുക. ഓക്കെ, നമുക്ക് ഇന്റീരിയർ പണിയൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ കുറച്ച് ദിവസത്തിൽ മാറ്റുക. അപ്പം തന്നെ ഉള്ളൂ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ പറയണ്ടല്ലോ, ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ അടുത്ത എപ്പിസോഡ് ഇത് കയറാൻ അടിപൊളിയാക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ഉള്ളിലൊരു ബെഡ് വെച്ചു. പിന്നെ ഇന്റീരിയർ നമ്മൾ ഓഫ് ക്യാമറയിൽ വന്നോണ്ട്. ഓക്കെ, ബൈ.